എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ പുനീതൻ. കാരക്കോണം മെഡിക്കൽ കോളേജിലെ സർജറിയിൽ HOD ആയിട്ടിരിക്കുന്നു. ഞാൻ ഈ കാരക്കോണം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വരുന്നതിന് മുൻപ് ഇത് ഒരു മിഷൻ ഹോസ്പിറ്റലായിട്ട് ഉണ്ടായിരുന്നു. മിഷൻ ഹോസ്പിറ്റൽ 1995 ഫെബ്രുവരി മാസം ഞാനിവിടെ ജോയിൻ ചെയ്ത്, അപ്പോൾ തിരുനെൽവേലി മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസ്സായിട്ട് ഉടൻ തന്നെ വിത്തിൻ 10 days നമ്മൾ ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്തപ്പോൾ ഞങ്ങൾ ഡോക്ടർ ബെനറ്റ് വന്നാണ് ആദ്യം കണ്ടത്, ഡോക്ടർ ബെനറ്റ് സാറിനെ. അപ്പോൾ സാറ് കാഷ്വാലിറ്റിയിൽ ഒരു പോയിസൺ മാനേജ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് ഖാദർ രണ്ടുപേരും വന്ന് സാറിനെ കണ്ടപ്പോൾ സാറ് പറഞ്ഞ് പ്ലീസ് വെൽക്കം പുനീതൻ ആൻഡ് ഖാദർ, വി ആർ മാനേജിങ് വൺ ആർഗണോപാസ്പറസ് പോയ്സണിങ്. அப்படியா சார், വൈ ഡോണ്ട് യു ഹെൽപ്പ് അങ്ങനെ ചോദിച്ച്. അപ്പോൾ നമ്മൾ സാറിൻ്റെ കൂടെ ഇருந்து പേഷ്യൻറ്റിന് IV ഫ്ലൂയിഡ് എല്ലാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ സാർ പറഞ്ഞ് ഡു യു നോ ஸ்டமக் வாஷ் புனீதன் அப்படின்னு. எஸ் சார் ஐ நோ அப்படின்னா சார் உடனே ஸ்டமக் வாஷ் டியூப் എൻ്റെ കയ്യിൽ കൊടുത്ത് ஸ்டமக் വാഷ് ട്യൂബ് പേഷ്യൻറ്റിനെ ഇടാൻ പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇട്ടപ്പോൾ ഞാൻ തന്നെ സ്റ്റമക്ക് വാഷും കൊടുത്ത്. പിന്നീട് ഖാദർ സാറിനെ വിളിച്ച് ഖാദർ സാറിൻ്റെ ചോദിച്ച് ഖാദർ ഡു യു നോ ഇൻറ്റുബേഷൻ அப்படின்னு. ഖാദർ പറഞ്ഞ് യെസ് സാർ വി നോ ഇൻറ്റുബേഷൻ. പിന്നെ അതിനിടയ്ക്ക് പേഷ്യൻ്റ് മസിൽ ട്വിച്ചിങ് എല്ലാം ரெஸ்பிரேஷன் அரெஸ்ட் ஆகியപ്പോൾ காதரை பார்த்து காதர் வில் யூ இன்டிபேட் அப்படின்னோடனே இந்த நான் പറഞ്ഞ് സാർ எனக்கு ഇൻറ്റിബേഷൻ അറിയാം அப்படின்னா ഓക്കെ പുനീതൻ കം ഇൻറ്റിബേറ്റ് அப்படின்னாரு. ഞാൻ തന്നെ ആ പേഷ്യനെ ഇൻറ്റിബേറ്റ് ചെയ്ത് പേഷ്യൻ്റ് ICUലോട്ട് ഷിഫ്റ്റ് ചെയ്ത് സാർ. അതിനപ്പുറം തന്നെ നമ്മളടുത്ത് സംസാരിച്ച് പ്ലീസ് കം എന്ന് ചൊല്ലി നമ്മളടുത്ത് സംസാരിച്ചിട്ട് ഓക്കെ ഇവിടെ ജോയിൻ ചെയ്താൽ മതി அப்படின்னு. പക്ഷേ അവരെല്ലാവരുടെ പറഞ്ഞിരുന്നു തിരുനെൽവേലിയിലിருந்து 2 പേർ വന്നിരിക്കുന്നു നല്ല മിടുക്കനായിട്ട്, അവരെ നമ്മൾ ഇവിടെ റീറ്റെയിൻ ചെയ്യണമെന്നാണ് സാറ് പറഞ്ഞത്. ആ വാക്കിൽ തന്നെ ഇന്ന് വരെ ഞാനും ഖാദർ സാറും ഇവിടെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഡോക്ടർ ബെനറ്റുക്ക് എപ്പോഴും ഒരു ഡിസ്റ്റൻറ്റ് വിഷൻ ഉണ്ട്, ലോങ് വിഷൻ എന്ന് പറയും. അപ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞ് അല്ല 20 കൊല്ലം കഴിഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരിക്കണം அப்படின்னு നമ്മളെ ഒരു കൽപ്പനയിലോട്ട് കൊണ്ടുപോകും, ഒരു ഇമാജിനേഷനിലോട്ട് കൊണ്ടുപോയി അതങ്ങനെ ചേസ് ചെയ്യും. അതുകൊണ്ട് സാർ ഇപ്പോഴും പറയും പുനീതൻ ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി തുടങ്ങണം, DM കാർഡിയോളജി, DM നെഫ്രോ, DM ഗാസ്ട്രോ എല്ലാം തുടങ്ങണം. അതിൻ്റെ പോലെ ശസ്ത്രക്രിയകളിലെയും സൂപ്പർ സ്പെഷ്യാലിറ്റി, പ്ലാസ്റ്റിക് സർജറി, കാർഡിയോതൊറാസിക് സർജറി എല്ലാം വരണം. ഇപ്പോൾ ദൈവത്തിൻ്റെ ഇതിൽ நம்ம സ്റ്റുഡൻറ്റ് ഒരു പയ്യൻ ന്യൂറോ സർജറി പോയിട്ട് അവരിപ്പോൾ ന്യൂറോ സർജറി നമ്മൾക്ക് ഫുൾ ടൈം ഉണ്ട്. അതുപോലെ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റിയും വരുവാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇനി കേരളയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആകണമെന്നാണ് ഡോക്ടർ ബെനറ്റിൻ്റെ ആഗ്രഹം. അത് നമ്മളും അത് ചേസ് ചെയ്ത് പോകാനായിട്ട് നമ്മളുടെ സപ്പോർട്ട്, നമ്മളുടെ കൂടെയുള്ള സ്ഥാപനക്കാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിതിൻ അനദർ 5 to 10 years ഈ സ്ഥാപനം വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേരളയിലോട്ട് മാറും. അത് തന്നെ അവരുടെ എയിം, ഡോക്ടർ ബെനറ്റോടെ എയിം. എൻ്റെ ആശയും എൻ്റെ ആഗ്രഹം അത് തന്നെ, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ കേരളയിലെ ടോപ്പായിട്ട് ഇരിക്കുന്നുണ്ട്. അത് നമ്മളിവിടെ സിൻസിയറായിട്ട് എഫേർട്ട് ഇട്ട് ഈ ഡോക്ടർ ബെനറ്റിൻ്റെ ലീഡർഷിപ്പ് കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ അത് അവർ റിട്ടയർഡ് ആകുന്നതിന് മുൻപ് സാധിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത്രയേ ഉള്ളൂ.